ഹലോ. അപ്പോൾ ഇത് നമ്മുടെ വൈകുട്ടിയുടെ അച്ഛൻ്റെയും മാമൻ്റെയും കുഞ്ഞച്ഛൻ്റെയും കെട്ടുനിറക്കി പോവാണ് കേട്ടോ. അപ്പം അമ്മ എനിക്ക് ചപ്പാത്തി വായിൽ വെച്ച് തരികയാണ്. ഉണ്ണി കരയണ കാരണമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മുക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, ചേച്ചിയുടെ മോളാണ് കേട്ടോ. അവൾക്ക് നാണായിട്ട് നിൽക്കുകയാണ്. ഇതേ ചേച്ചിയുടെ മോൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ കാണുമ്പോൾ ഓടുകയാണ്, ഞാൻ ഈ ഫോണും പിടിച്ച് വീഡിയോ എടുക്കാൻ നടക്കണ കാരണം. അപ്പോൾ അതേ നമ്മുടെ സിറ്റ് ഔട്ടിൽ തന്നെ അച്ഛന്മാരും അമ്മമാരും വൈകിയുടെ മാമനും ഒക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പോകാനായിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വിളക്ക് കൊളുത്തി, സാമിയുടെ വിളക്ക് കൊളുത്തി കൽപ്പൂരമൊക്കെ കത്തിച്ചു. അതിനുശേഷം കെട്ടുനിറക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കാറിൽ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട് മാപ്രാണം കുഴിക്കാട്ടുകോണം ഭാഗത്താണ്. അവിടെ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ. തൊട്ടിപ്പാൾ എന്നൊക്കെ പറയും, ഇരിഞ്ഞാലക്കുട ഉള്ളവർക്കൊക്കെ അറിയാം തൊട്ടിപ്പാൾ എവിടെയാന്ന്. തൊട്ടിപ്പാൾ അമ്പലത്തിൽ വെച്ചിട്ടാണ് കെട്ടുനിറ. അത് നമ്മുടെ ചിറ്റയുടെ മോൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവിടുത്തെ അമ്പലത്തിൽ വെച്ചിട്ടാണ് കെട്ടുനിറയ്ക്കുന്നത്. അപ്പോൾ എല്ലാ സ്വാമിമാരും 4 പേരെ പോകണുള്ളൂ. അപ്പോൾ 4 പേരും കൂടി ഒരു സ്ഥലത്ത് നിറയ്ക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടാണ് കെട്ടുനിറയ്ക്കുന്നത്. അപ്പോൾ അതേ ഇത് നമ്മുടെ കോന്തിപുരം പാടാണ്. ഈ പാടത്തിനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഷാപ്പുണ്ട്, പ്രാവുംകൂടി ഷാപ്പ്. അതാണ് ഇവിടുത്തെ ഫേമസ്. അത് പറഞ്ഞു ഞാനക്കുടക്കാർക്കൊക്കെ അറിയുണ്ടാവും പ്രാവുംകൂടി ഷാപ്പ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ നമ്മളവിടെ ഇറങ്ങിയതേ വൈക്കുട്ടി തൊഴാനായിട്ട് ഉള്ളിലേക്ക് പോകാനാണ് കേട്ടോ. തൊഴാനായിട്ട് ഉള്ളിലേക്ക് പോയി. അപ്പോൾ അതേ ഞങ്ങൾ തൊഴാനൊക്കെ പോയിട്ടാണ് പെണ്ണൊക്കെ കയറി ഇറങ്ങി നിൽക്കുകയാണ്. നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അതേ അമ്മായിമാരും അമ്മാവനും കൂടിയിട്ട് വരുന്നുണ്ട്, കെട്ടുനിറക്കി കൂടാൻ വന്നിരിക്കണം കേട്ടോ അവരൊക്കെ. അപ്പോൾ ഞങ്ങളുടെ വേറെ ചിറ്റയുടെ മോനുണ്ട്, അവൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങി നടന്ന് വരികയാണ്. അപ്പോൾ അതേ അമ്മുക്കുട്ടി ഇതേന കെട്ടുനിറ നടക്കണം അമ്പലത്തിലേക്കാണ് കേട്ടോ പോകേണ്ടത്. നമ്മളിപ്പോൾ തൊഴുതത് തൊട്ടിപ്പാളി ഭഗവതിയുടെ അമ്പലത്തിലാണ്. അവിടെ താഴെയിട്ട് നമ്മുടെ ശാസ്താവിൻ്റെ അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കെട്ടുനിറ. അപ്പോൾ സ്വാമിമാരൊക്കെ അതേ കുളിച്ച് വന്ന് ശരണം വിളിച്ച് നിൽക്കുകയാണ്. കെട്ടുനിറ തുടങ്ങാണ്. വൈകുട്ടി അതിൻ്റെ ഇടയിൽ ഉണ്ണിയുടെ ഫീഡിങ് ബോട്ടിലും വെച്ച് നിൽക്കുന്നുണ്ട്. കെട്ടുനിറയുടെ ഇടയിലുള്ളതൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. അതിപ്പോൾ ലാസ്റ്റ് പൊസിഷനായി തുടങ്ങി. ഇതവർ കാക്കി കുമ്പിടുന്ന ഭാഗമായപ്പോഴാണ് ഞാനതെടുത്തത്. ഇതേ ഇപ്പോൾ കെട്ടേറ്റ് കൊടുക്കുകയാണ്. അമ്മമാരാണ് സ്വാമിമാർക്ക് കെട്ടേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സ്വാമിയുടെയും അമ്മമാർ ഓരോരോ മക്കൾക്ക് കെട്ടേറ്റ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കാണുന്നത്. ഓരോരുത്തരുടെ ഭാഗത്ത് ഓരോരുത്തർ ചില ഭാഗങ്ങളിൽ ഗുരുസ്വാമിമാരായിരിക്കും കെട്ടേറ്റ് കൊടുക്കുക. പക്ഷേ ഭൂരിഭാഗം സ്ഥലത്തും അമ്മമാർ തന്നെയായിരിക്കും കെട്ടേറ്റാന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്തൊക്കെ ഗുരുസ്വാമിമാർ കെട്ടേറ്റണമെന്ന് ഞാൻ കണ്ടേക്കുന്നത്. പക്ഷേ ഇവരുടെ ചേട്ടൻ്റെ വീട്ടിലെ ഭാഗത്തൊക്കെ അമ്മമാരാണ് കെട്ടേറ്റെന്ന് കണ്ടേക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും കെട്ടേക്കാണ്. ലാസ്റ്റ് വൈകുട്ടിയുടെ അച്ഛനാണ്. അപ്പോൾ അതേ അടുത്ത് നമ്മുടെ വൈകുട്ടിയുടെ അച്ഛനെ കെട്ടാനായിട്ടാണത്. അപ്പോൾ അമ്മ ചേട്ടനെ കെട്ടേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ചിറ്റതേ ഓരോരുത്തർക്കായിട്ട് തേങ്ങ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലം വലത്തിട്ട് കഴിഞ്ഞ് തേങ്ങ ഉടച്ചിട്ട് വെള്ളം ഇറങ്ങാനായിട്ട്. അപ്പോൾ സ്വാമിമാരയിൽ തേങ്ങ കൊടുത്തു. അതിനുശേഷം അവർ ഇങ്ങനെ അമ്പലം വലത്തിടാനായിട്ട് പോയി, ശാസ്താവിനെ വലം വയ്ക്കാനായിട്ട് പോയി. അപ്പോൾ അമ്മമാരൊക്കെ സ്വാമിമാരെ കൂടെ പോകുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ണിയായിരുന്ന കാരണം ഞാൻ അങ്ങോട്ട് പോയില്ല. കാരണം മഴ ചാറുന്നുണ്ടായിരുന്നേ. മഴ ചാറിനുള്ള കാരണം ഞാൻ ഉണ്ണീനെ കൊണ്ട് വലത്തിടാൻ പോയില്ല. അപ്പോൾ അതേ അവരങ്ങനെ തേങ്ങ ഉടച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു 4 പേരുള്ള കാരണം നമ്മുടെ കാറിൽ തന്നെയാണ് കേട്ടോ അവർ പോണത്. അപ്പോൾ അവർ കാറിൽ കയറാണ്. അവരിത് പോയതിന് ശേഷം നമ്മൾ ചിറ്റയുടെ മോൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടുത്തെ ഭക്ഷണം കഴിക്കലുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് നമ്മളങ്ങനെ ഇറങ്ങി എല്ലാവരും സ്വാമിമാർ പോയി. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.